ഇടുക്കിയിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച ഇടുക്കി രൂപത സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത്. ഈ മാസം 2, 3, 4 തീയതികളിലായി ഇടുക്കി രൂപത വിശ്വാസ പരിശീലന പരിപാടിയുടെ ഭാഗമായി 10, 11, 12 ക്ലാസ് വിദ്യാർത്ഥികൾക്കായാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത്. കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടി മാത്രമാണ് ചിത്രം പ്രദർശിപ്പിച്ചതെന്ന് ഇടുക്കി രൂപത വ്യക്തമാക്കി. കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് വർഗീയ മുഖം നൽകിയതുകൊണ്ടാണ് വിവാദമായി മാറിയതെന്നും ഇടുക്കി രൂപത മീഡിയ കോർഡിനേറ്റർ ഫാദർ ജിൻസ് പറഞ്ഞു. ഇടുക്കി രൂപതയുടെ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് BJP നേതൃത്വം രംഗത്തു വന്നു. ഇതിനിടെ രൂപത ആസ്ഥാനത്തേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് നവമാധ്യമങ്ങളിൽ പ്രചാരണമുണ്ടായി. ഇത് വ്യാജവാർത്തയാണെന്നും ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. നമ്മുടെ നാടിൻ്റെ മതസൗഹാർദ്ദത്തെ പോലും തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരുകയാണ്. ദൂരദർശൻ ചാനലിൽ ചിത്രം സംപ്രേഷണം ചെയ്തതിനെതിരെ കേരളത്തിൽ LDFും UDFും പ്രതിഷേധമുയർത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ക്രൈസ്തവ സഭ തന്നെ ചിത്രം പ്രദർശിപ്പിച്ചത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമാകുകയാണ്. അമൃത ന്യൂസ്, ഇടുക്കി.